പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ചുറ്റിക്കറങ്ങുന്നു. ലോക രാജ്യങ്ങളിൽ കറങ്ങുന്നു, അവിടെയുള്ള ആളുകളായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് രാജ്യങ്ങൾ മൊത്തം ചുറ്റിക്കറങ്ങുന്നു, ഇവിടുത്തെ പൈസ കളയുന്നു എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ പൈസ കളയാൻ മാത്രമാണോ അതോ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാനാണോ നരേന്ദ്രമോദി പോകുന്നത്? ഇത് രാഹുൽ ഗാന്ധി പട്ടായയിൽ ടൂർ പോകുന്നതിന്റെ ഒരു ലാഘവത്തിൽ വന്ന് കോൺഗ്രസ്സുകാർ ഇങ്ങനെ എടുക്കുന്നത്. അത് ടൂർ പോകുന്നതാണ്. രാഹുൽ ഗാന്ധിന്റെ പൈസയാണോ വെറുതെ പൈസ അപ്പം ഇത് പക്ഷെ നമ്മള് രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പല ആംഗിളിലും പോകും. അവര് പല കാര്യങ്ങൾക്കും പോകും. ഇപ്പം ജിയോ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ പോകും. പിന്നെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പോകും. ബിസിനസ് കാര്യങ്ങളുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി പോകും. നമ്മൾ ഡെവലപ്പിംഗ് രാജ്യമാണ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വേണം, നമുക്ക് മാൻ പവർ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് വേണം. അപ്പം ആ ഇൻവെസ്റ്റ്മെന്റ്സിന് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ രാജ്യത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി പോവാം. നമ്മളുടെ വേറെ നമുക്ക് പല രീതിയിലെ പാർട്ണർഷിപ്പുകൾ ഉണ്ടാവും. ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ടാവും, ഡിഫൻസ് പാർട്ണർഷിപ്പുകൾ ഉണ്ടാവും. അപ്പം ഇപ്പം ഓസ്ട്രേലിയയിൽ ജൂലൈയിൽ ഓസ്ട്രേലിയയിൽ ഇപ്പൊ പോയി. ഓസ്ട്രേലിയ പ്രവേശിച്ച് 18ഓളം എഗ്രിമെന്റ്സ് അവിടെ ഡീലുകൾ നടന്നിട്ടുണ്ട്. അതില് ഈ പറഞ്ഞ പോലെ സൈബർ ഇതിനുള്ള ഡീലുകൾസ് ഉണ്ട്, അതുപോലെ ഡിഫൻസ് പരമായിട്ടുണ്ട്, പിന്നെ നമ്മളുടെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിലുള്ള ഡീലുകളുണ്ട്, പിന്നെ യുറേനിയം അതിന്റെ എഗ്രിമെന്റ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലത്തെ പല പല കാര്യങ്ങളും 18ഓളം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഇൻവെസ്റ്റ്മെന്റ് കാര്യം. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിലും പാർട്ണർഷിപ്പുകളും അതേപോലെ ജിയോ പൊളിറ്റിക്കലി ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും. അപ്പൊ ഇതാണ് ഒരു രാജ്യത്ത് തോന്നുന്നു നടക്കുന്നത്. അത് ഏതാണോ പ്രൈം മിനിസ്റ്റർ, ആ പ്രൈം മിനിസ്റ്ററുടെ പിച്ചിങ് പോലെ ആ പ്രൈം മിനിസ്റ്റർ എങ്ങനെയാണോ ഈ കാര്യങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്ന പോലെയാണ് നടക്കുക. അതിനൊരു ജിയോ പൊളിറ്റിക്കലി നിൽക്കാതെ. അപ്പം ഇതിന് മുന്നേ നോർവേയിൽ പോയി, UAE പോയി, ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യയിൽ ഇതിന്റെ ഇടയിൽ പോയി. ഇന്തോനേഷ്യ പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ അവര് കൾച്ചറലി നമ്മളും സെയിം കൾച്ചർ ആണെന്നുള്ള രീതിയിലൊക്കെ. അപ്പം പല രാജ്യങ്ങൾക്കും ഇത് മോഡി എന്നല്ല, ഓസ്ട്രേലിയക്കും നല്ലതാണ് ഇന്ത്യയായിട്ടൊരു ജിയോ പൊളിറ്റിക്കൽ പാർട്ണർഷിപ്പുകൾ കിട്ടുന്നത് നല്ലതാണ്. ഇന്തോനേഷ്യക്ക് നല്ലതാണ്. അപ്പൊ ചില രാജ്യങ്ങൾ ചിലപ്പോൾ നമ്മളെക്കാട്ടും ഡെവലപ്ഡ് ആയിരിക്കും, ചില രാജ്യങ്ങൾ നമ്മൾ അത്ര ഡെവലപ്ഡ് ആയിരിക്കില്ല. അപ്പം അതുപോലെ ഇപ്പൊ അവർക്ക് നമ്മളെ വേണ്ടി, അപ്പം അതേപോലെ ഇപ്പൊ ഇന്തോനേഷ്യ ഇതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു രാജ്യം സ്ട്രോങ് ആവുക. ഇപ്പൊ നമുക്കൊരു ഡിഫൻസ് പരമായ പ്രശ്നം വരുമ്പോൾ ആ രാജ്യങ്ങൾ നമ്മളെ കൂടെ നിക്കണോ വേണ്ടേന്നൊക്കെ ഉള്ളത്. ഒരു രാജ്യമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവര് നമ്മളോട് കൂടെ നിൽക്കും. നമ്മളതിൽ ഒരു ബന്ധമില്ലാത്ത ഒരു രാജ്യം നമ്മളെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എല്ലാവർക്കും ബെനിഫിറ്റ്സ് ആണ്. ഇതെല്ലാം ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. അപ്പം ഇപ്പൊ നമ്മൾ നോർവേ ആയിട്ട് എനർജി ഡീലിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യനെ ബാധിക്കും, അത് ഇൻഡയറക്ട്ലി അവരെയും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കും, അലൈൻ ചെയ്യും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വിഷയത്തിൽ അവര് ആരോ കൂടി നിൽക്കാതെ മാറി നിൽക്കുക, അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇത് ഒറ്റപ്പെടൂല. നമ്മൾ ആക്ച്വലി നമുക്ക് എതിരാവൂല എന്നുള്ള രീതിയിലേ പോകുന്നുള്ളൂ. അല്ലാതെ നമ്മളെ കൂടെ വന്ന് സോപ്പിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നല്ല, നമുക്ക് എതിരാവില്ല. അപ്പൊ ഇത് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷനാണ് ആക്ച്വലി മോഡി ഉണ്ടാകും. മോഡി എന്ന് എനിക്ക് ചൈനയായിട്ട് വരെ ഈ പറഞ്ഞ പോലെ സംസാരങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആണ് ഓസ്ട്രേലിയയുടെ. ഓസ്ട്രേലിയയിൽ ഈ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ പല കോടികളുടെ പദ്ധതികൾ നമുക്ക് വരും, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പം ഇത് ഈ കോൺഗ്രസിലെ ആളുകൾ എന്തുകൊണ്ട് അത് അവർക്ക് ഇഷ്ടമില്ലാത്തതെന്ന് അറിയില്ല. കാരണം ഇങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾക്ക് ഈ പറഞ്ഞ എന്ത് രീതിയിലും ഇപ്പം യുദ്ധം വരുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യം വരുമ്പം അപ്പൊ നമുക്ക് അവര് കമ്പനികൾ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ അതിനുള്ള സൗതാര്യമാക്കി കൊടുക്കുക, അതിനുള്ള മാക്സിമം. അപ്പം ഇതെല്ലാം ഒരു രാജ്യം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കും തോന്നണം ഈ രാജ്യത്തിന്റെ ആളുകൾ നമ്മളോട് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനാണ് പോകുന്നത്. ഈ ഒരു ധാരണ എനിക്കറിയില്ല രാഹുൽ കോൺഗ്രസ്സുകാർ ഉദ്ദേശിക്കുന്ന ഒരു തന്ത്രം നമ്മൾ എവിടെയും പോവാതെ നമ്മൾ ഇങ്ങനെ ഇവിടെ മാത്രം ഇരുന്നുകൊണ്ട് അങ്ങനെയല്ല. 2014 മുമ്പുള്ള ഇന്ത്യയായിട്ട് തന്നെ അതുപോലെയാണ്. കാരണം നമ്മൾ കണക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം. അപ്പൊ മോഡി വന്നതിന് ശേഷം ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ട് ഇന്ത്യയിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ രീതിയിലും ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹികമായുള്ള കണ്ടീഷൻസ്, പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും, പോർട്ടാണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും ഒക്കെ. അതിന് പുറമെ നിങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് എടുത്തു നോക്കിയാൽ മൻമോഹൻ സിംഗായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മാറ്റങ്ങളാണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ 2014 മോഡി വന്നതിന് ശേഷം നമ്മളെ FDI നമ്മളെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് $843 ബില്യൺ. നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാം അത് എത്രയോ ഹൈയിലാണ്. $843 ബില്യൺ ആണ്. പിന്നെ നമ്മുടെ ബാങ്കിങ് മേഖലകളൊക്കെ വളരെ നല്ല രീതിയിലായി. അപ്പൊ നമുക്ക് നെഗറ്റീവുകൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇവിടെ നല്ല പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ, നമ്മുടെ മീഡിയൻ ഏജ് ഇന്ത്യയുടെ 28 എന്നുവെച്ചാൽ ഇവിടെ ആവറേജ് ഒരാളുടെ ഏജ് 28. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവ് ആയ പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ആളുകൾ നമ്മൾ ഡെവലപ്പിംഗ് ആണ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വേണം. നമുക്ക് നമ്മളത് മാത്രമേ നിൽക്കുമ്പോൾ പരിധിയുണ്ട്. അപ്പൊ അതിനാൽ ഇതിന് ഇപ്പൊ കോൺഗ്രസ് പറയുന്ന പോലെ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ
അല്ലെങ്കിൽ പുറത്തു പോകാതിരുന്നെങ്കിൽ $843 ബില്യൺ ഇവിടെ വരില്ല. അതെ. അപ്പൊ ഈ ഒരു ഇത്രയും ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത് ഇത് കാരണമാണ്. അപ്പൊ അത് കോൺഗ്രസ്സുകാർക്ക് എന്താ മനസ്സിലാവാത്ത എനിക്ക് അറിയില്ല. അത് അവര് എനിക്ക് തോന്നുന്നു വെറുതെ ഒരു രാഷ്ട്രീയപരമായി ചുമ്മാ ഒരു എതിർപ്പ് അതെ. അല്ലെങ്കിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ചുമ്മാ ഒരു രാഷ്ട്രീയപരമായ ഒരു ഇത് കാണിക്കാൻ പ്യുവർ രാഷ്ട്രീയമാണ്, അല്ലാതെ അവരൊരു മെറിറ്റ് നോക്കിയിട്ടോ അതെ. ഒന്നുമല്ല. ഈ രാഷ്ട്രീയം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് അവർ അവഹേളിക്കുന്നത്. ഇന്ത്യനാണ് ആക്ച്വലി നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളെ അപ്പം പുറത്തുനിന്നൊരു ഇമേജ് അവർ ഉണ്ടാക്കാൻ നോക്കുക. ഇവിടെയുള്ള പ്രതിപക്ഷം പോലും ഇതിനെതിരാണ് എന്ന രീതിയിൽ. ആക്ച്വലി ഇതിലെന്താ പറയുക, പ്രതിപക്ഷമല്ല വർക്ക് ചെയ്യണത്, രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വിവരമെല്ലാം ഒറ്റക്കെട്ടാവണം. അതെ. വേറെ രീതിയിലുള്ളവർക്ക് എതിർക്കുക. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇത് ദേഷ്യം, ഗവൺമെന്റിനോടുള്ള ദേഷ്യം മൂത്ത് ഇതിങ്ങനെ മൊത്തത്തിൽ ഇന്ത്യനോടുള്ള ദേഷ്യമായി അതെ. മാറിയിട്ടുണ്ട് ഈ മാത്രമല്ല പ്രതിപക്ഷത്തിൽ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ പ്രസംഗിക്കാതെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടാണ് ഇന്ത്യനെ അപകീർത്തിപ്പെടുത്തുന്നത്. അന്ന് ഇപ്പോഴും ഇവിടെ ഇല്ല, അങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വയനാടൊക്കെ പല സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ വരുന്നുണ്ട്. വയനാട് ഒരു ദുരന്തം വന്നാൽ പോലും വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധി പോലും അവിടെ വന്നിട്ടില്ല. അത്രമാത്രം നല്ല അല്ല, അത് എതിർക്കുന്ന അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ റിപ്പോർട്ട് കാർഡ് വളരെ മോശമാണ്. രാഹുൽ ഗാന്ധിനാണെങ്കിലും നമുക്ക് ഇവിടെ മോഡിയുടെ നമുക്ക് റിസൾട്ട് കാണിക്കാനുണ്ട്. അതാണ് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കമാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇയർ വൈസ് കിട്ടും. അതുപോലെ തന്നെ എത്രത്തോളം എവിടെയൊക്കെ വന്നിട്ട് ആരൊക്കെ വന്നുള്ള എല്ലാം ഞാൻ ജസ്റ്റ് ഒരു സമയപരിമിതിയിൽ പറഞ്ഞതാണ് ഈ $843 ബില്യൺ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നത്. അപ്പൊ ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ റിസൾട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ആരോപണങ്ങളെ ഈ തോന്നുന്ന ആളുകൾ പറയുന്നവരിക്കട്ടെ, അതിപ്പോ പാർട്ടിയോട് ഒരു വിരോധം ഉണ്ടാവും, പക്ഷെ അത് ഇന്ത്യ ഭരിക്കുന്ന ഒരു വ്യക്തിയും ഇന്ത്യയോട് തന്നെ ആ ഒരു ദേഷ്യവുമായി കഴിഞ്ഞു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വിഘാതം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് ആരോപണം. ഇത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ആരോപണം പ്രൊഡക്റ്റീവ് ആയിരിക്കണം, നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. പക്ഷെ ഈ കോൺഗ്രസിന്റെ പ്രതിപക്ഷ ആരോപണം ഭയങ്കര ഡിസ്ട്രക്റ്റീവാ, മൊത്തം നശിക്കട്ടെ എന്നുള്ള രീതിയിൽ ആരോപണം, അല്ലാതെ ഇതാവട്ടെ എന്നല്ല.